സുരേന്ദ്രനെ ഏൽപ്പിച്ചാണല്ലോ, അത് കാണുന്നില്ല. ഓർഡർ എടുക്കാൻ സുരേന്ദ്രനെ ഏൽപ്പിച്ചാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാലയത്തിലെ ബാൻഡ് മേള കലാകാരികളുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC-കളുടെയും അകമ്പടിയോടുകൂടി ആഗതരാകുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് ആദരപൂർവ്വം സ്വീകരിക്കാം. നമ്മുടെ വിദ്യാലയത്തിലെ ബാൻഡ് മേള കലാകാരികളുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC-യുടെയും അകമ്പടിയോടുകൂടി ആഗതരാകുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഹാർദപൂർവ്വം
മാനേജർ ഫാദർ ജോസ് കളരിക്കൽ, ഞങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ സജീദ്, ഇന്ന് മരുതോങ്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോഷി സാർ, തുടങ്ങി സാർ, മോൾ ടീച്ചർ ഫ്രാൻസിസ് മാഷ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു പുതിയ അധ്യായം കുറിച്ച് ഒരു പഴയ അധ്യായത്തിന് അവസാനമായി ഇന്ന ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുകയാണ്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സ്കൂളിൽ ഒരു സ്കൂൾ വാർഷികം നടക്കുന്നത്. അനേക ദിവസങ്ങളായി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർതൃ പ്രതിനിധികളും ഒരേ മനസ്സോടെ അധ്വാനിച്ച് അതിനുള്ള നാനാവിധത്തിലുള്ള സഹകരണങ്ങൾ ചെയ്ത് വളരെ മനോഹരമായ ഈ വാർഷിക ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അഭിവന്ദനായ താമരശ്ശേരി രൂപത മെത്രാൻ മാർ റമീജിയോസ് പിതാവ് നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനെ വളരെ വിശിഷ്ടമായ ഒരു സാന്നിധ്യത്തോടുകൂടി ഈ സ്കൂൾ വാർഷികം സന്തോഷപൂർവ്വം നമ്മൾ ഇവിടെ കൊണ്ടാടുകയാണ്. അതിന് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെ നമ്മളുടെ 4 അധ്യാപകർ സുദീർഘമായ അവരുടെ സേവന പശ്ചാത്തലത്തിൽ നിന്ന് അധ്യാപകർ എന്ന നിലയിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ഈ സ്കൂൾ അങ്കണത്തിൽ നിന്ന് ഔദ്യോഗികമായി യാത്ര പറഞ്ഞിറങ്ങിയ അഭിവന്യ പിതാവ് മാർ റമീജിയോസ് ഇഞ്ചനാനി പിതാവ് പലതവണ നമ്മളുടെ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്, പള്ളിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മരുതോങ്കര പിതാവിന് വളരെ പരിചയമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വാർഷികത്തിന്റെ കാര്യം പറഞ്ഞ് പിതാവിനെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇതിന് വരാൻ സമ്മതിക്കുകയും നേരത്തെ തന്നെ വന്ന് അധ്യാപകരെയും കുട്ടികളെയും ഒക്കെ കാണാൻ സമയം കണ്ടെത്തുകയും ചെയ്ത പിതാവിൻ്റെ നല്ല മനസ്സിന് മുമ്പിൽ ആദരവോടുകൂടി നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇവരുടെ രക്ഷിതാക്കളുടെയും പേരിൽ വളരെ ആദരപൂർവ്വം അഭിവന്യ പിതാവിനെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോസഫ് കളരിക്കൽ അച്ഛനാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിന്റെ ഭരണ സാരഥി എന്നുള്ള നിലയിൽ കോർപ്പറേറ്റ് മാനേജർ, വിവിധ സ്കൂളുകളുടെ ഭരണ സാരഥ്യം ഒരുമിച്ച് കയ്യിലിരിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട കളരിക്കൽ അച്ഛൻ. രൂപതയിൽ നടത്തപ്പെടുന്ന ധാരാളം സ്കൂളുകളുണ്ട്. അവയെല്ലാം ഒരുമിച്ച് ഒരു സംവിധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാനേജർ എന്നുള്ള നിലയിൽ അഭിവന്യ പിതാവ് തന്നെയാണ് സ്കൂളിൻ്റെയും നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം അധികാരി. എങ്കിലും പിതാവിനെ സഹായിക്കാനും ഓരോ ഇടവകയിലുമുള്ള സ്കൂളുകളുള്ള സ്ഥലത്തെ അച്ഛന്മാരെ സഹായിക്കാനുമായി നിയമിതനായിരിക്കുന്ന വ്യക്തിയാണ് കോർപ്പറേറ്റ് മാനേജർ. നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം, അദ്ദേഹമാണ് അവർക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ കോർപ്പറേറ്റ് മാനേജറുടെ അടുത്താണ് അവർ ഉന്നയിക്കാറ്. അത്തരത്തിൽ സ്കൂളിൻ്റെ ഔദ്യോഗിക അധികാരി എന്നുള്ള നിലയിൽ കോർപ്പറേറ്റ് മാനേജർ നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട കളരിക്കൽ അച്ഛന് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. എങ്കിലും അനേകം വേദികളിൽ ചെറുതും വളരെ വലുതുമൊക്കെ ആയ പല വേദികളിലും
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അദ്ദേഹത്തോടെ കൂടെ ആയിരിക്കാൻ എനിക്ക് സാധ്യതകൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എല്ലാ തിരക്കുകളും എല്ലാ സാങ്കേതികത്വങ്ങളും ഉണ്ടെങ്കിലും വളരെ നല്ല ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹം ഇടപെടുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ മാത്രം വിചാരിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കാണുകയും നമ്മുടെ നാടിൻ്റെ പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്കൂളിനോട് വളരെയേറെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ പാഠ്യേതര വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ട്. നമ്മുടെ സ്കൂളിലെ ഏതൊരു ആവശ്യത്തിനും അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്താനും അതിനുവേണ്ടി തന്നാൽ ആവുന്നതെല്ലാം ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പൊതുവായ വേദിയിൽ അദ്ദേഹത്തിന് നന്ദിയുടെ ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രദ്ധാകേന്ദ്രങ്ങൾ ഇന്ന് ഈ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞിറങ്ങുന്ന നമ്മുടെ 4 അധ്യാപകരാണ്. ജോഷി സാറ് കഴിഞ്ഞ 5 വർഷമായി സ്കൂളിന്റെ പ്രധാന അധ്യാപകനാണ്. ഒരാഴ്ച മുമ്പ് ഈ 4 അധ്യാപകർക്കും സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ലളിതമായ ഒരു യാത്രയയപ്പ് നൽകിയിരുന്നു. അന്ന് ആ യാത്രയയപ്പ് സമ്മേളനത്തിൽ കുട്ടികളെല്ലാവരും പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ധാരാളം കുട്ടികൾ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളെല്ലാം ഈ 4 അധ്യാപകരെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ജോഷി സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ പദവിയോ സ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവരെയും പോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മാത്രം ഇരിക്കാതെ എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ എനിക്കിട വന്നു. ബഹുമാനപ്പെട്ട ജോഷി സാറിന് അദ്ദേഹം ഞങ്ങളോട് ഔദ്യോഗികമായി യാത്ര പറയുന്ന ഈ നിമിഷത്തിൽ ഈ സ്കൂളിലെ എല്ലാവരുടെയും പേരിൽ, ഈ നാട്ടുകാരുടെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന മറ്റ് 3 അധ്യാപകരെയും കൂടി ഞാൻ ഓർക്കുക. മോൾ ടീച്ചർ ജോഷി സാറിൻ്റെ സഹധർമ്മിണിയാണ്. ഭർത്താവിൻ്റെ കൂടെ നിന്ന് സ്കൂൾ ടീമിൽ ടീച്ചേഴ്സിൻ്റെ കുട്ടികളുടെ ഇടയിൽ വളരെ മാതൃകാപരമായ സേവനം കാഴ്ചവെച്ചിട്ടാണ് ടീച്ചർ പണിയിറങ്ങുന്നത്. ഞാൻ വീണ്ടും കുട്ടികളുടെ വാക്കുകളെടുത്ത് ക്രമയെ പോലെ അവരെ സ്നേഹിച്ച് തിരുത്തി കടന്നു പോകുന്ന ഒരു അധ്യാപികയാണ്. വർഗീസ് സാറും ഇവിടെ രസതന്ത്രം പഠിപ്പിച്ച അധ്യാപകൻ വളരെ ശാന്തമായ സാന്നിധ്യം കൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞയാണ്. ഫ്രാൻസിസ് സാറ് നമ്മുടെ കളിക്കളത്തിലും കായിക വേദിയിലും കുഞ്ഞുങ്ങളുടെ വളർച്ച മനസ്സിൽ കണ്ട് അധ്വാനിച്ച ഒരാളാണ്. ഞാൻ ഈ 3 പേരെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കാനും നമ്മളുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുന്ന ഈ അധ്യാപകർക്ക് നന്മ തരാനുമായി നമുക്ക് ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചവരും നമ്മൾ ക്ഷണിച്ചവരുമായ ആളുകൾ നമ്മുടെ MLA, നമ്മുടെ DEO തുടങ്ങിയ ആളുകൾ വളരെ അസാധാരണമായ പ്രത്യേക സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് വന്നു ചേരാൻ സാധിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ വാർഡ് മെമ്പർ ബിനു അധ്യക്ഷരി ഇവിടെയുണ്ട്. ഇത് തുടങ്ങി ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും നമ്മൾ PTA വൈസ് പ്രസിഡന്റ് നമുക്കിവിടെ സന്നിഹിതനാണ്. ഈ അധ്യാപകർക്ക് അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ വളരെയേറെ അധ്വാനിച്ച് പോയ ആളാണ് ശ്രീ ഷിബു. വളരെ പ്രത്യേകമായി ഷിബുവിന്റെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ PTA സംവിധാനത്തിൽ
ഹയർ സെക്കൻഡറി +1 +2 ഹൈസ്കൂളും പ്രവർത്തന ശൈലിയിൽ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഹൈസ്കൂളിൻ്റെ PTA ചുക്കാൻ പിടിച്ചുകൊണ്ട് PTA വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമാണ് ഷിബു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇവിടുത്തെ വോളിബോൾ ടൂർണമെന്റിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ PTA നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി അധ്വാനിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും, ഇപ്പോഴുള്ളവരും മുൻപ് ഇതിൽ ഈ ഭരണസാരഥ്യം വഹിച്ചവരുമായ എല്ലാവരെയും, ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്, നിങ്ങളിവിടെ വന്നു ചേർന്നിരിക്കുന്ന മാതാപിതാക്കളും നാട്ടുകാരും ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായ നിങ്ങളെല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. രീതിയിലുള്ള വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത് അവരുടെ, വേദിയിലുള്ള ജനപ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാനിവിടെ നിൽക്കുക നമ്മുടെ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ്. ഏതാനും ദിവസങ്ങൾക്കകം, എന്ന് വെച്ചാൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന മരുതം എന്ന നമ്മുടെ സൃഷ്ടിയിൽ ഈ വിദ്യാലയത്തിൻ്റെ മുഴുവൻ ചരിത്രവും നമ്മുടെ കുട്ടികൾ വഴി നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ എത്തിച്ചേരാൻ പോകുന്നു. അതുകൊണ്ട് വളരെ വിശുദ്ധമായ, വളരെയേറെ മുഴുവൻ കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. ചുരുക്കമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഏടുകളിൽ വർണ്ണപ്രഭ ചൊരിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന മരുതോങ്കരയിലെ സരസ്വതി ക്ഷേത്രമാണ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ദീപം പോലെ, മലമുകളിൽ പണ്ടുയർത്തപ്പെട്ട ഗോപുരം പോലെ നാടിന് നന്മ ചെയ്ത് ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുത്തൻ പാതകൾ വെട്ടിയൊരുക്കിയ വന്യ വൈദിക ശ്രേഷ്ഠരെയും അധ്യാപകരുടെയും തൃപ്പാദത്തെങ്കിൽ നന്മയുടെ ഒരുപിടി നറുമലരുകൾ അർപ്പിച്ചുകൊള്ളട്ടെ. കർമ്മനിരതമായ പ്രവർത്തന ശൈലി കൈമുതലായിട്ടുള്ള റവറൻഡ് ഫാദർ ജോസ് വടക്കേടത്തിനെയും വിദ്യാലയത്തിന്റെ അമരക്കാരനായി 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ശ്രീ ജോഷി കട്ടക്കൈ സാറിനെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് 2014-15 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. പാഠ്യപ്രവർത്തനങ്ങൾ. പഠന പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുവാൻ നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷവും കഴിഞ്ഞുവന്ന കാര്യം അറിയിച്ചു കൊള്ളട്ടെ. 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 16 ഡിവിഷനുകളിലായി വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. UP വിഭാഗത്തിൽ ഉറുദു, സംസ്കൃതം എന്നീ ഭാഷകൾ കൂടി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ പ്രത്യേക അധ്യാപകർ സേവനം ചെയ്യുന്നു. നിരന്തര മൂല്യനിർണ്ണയത്തോടൊപ്പം ടേം മൂല്യനിർണ്ണയവും നടത്തി കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളുമായി ക്ലാസ് PTA-കളിൽ പങ്കുവയ്ക്കപ്പെടുന്നു. ഇംഗ്ലീഷ് ഭാഷയോടുള്ള അഭിരുചി വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ പ്രത്യേകം ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി ആഴ്ചയിൽ 2 ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഒഴിവു ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകളും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം പരിശീലന പരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നു. രക്ഷിതാക്കളുടെ യോഗത്തിൽ സ്കൂളിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലെ ഷിബു ആന്റണിയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ജൂലൈ മാസത്തിൽ നടന്ന മാതൃസംഗമത്തിൽ ഷീജ രവീന്ദ്രനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ സൗജന്യ യൂണിഫോം വിതരണം PTA കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നടത്തപ്പെട്ടത്. പുതിയ യൂണിഫോം മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു. പ്രവേശന ഉത്സവം, ഓണാഘോഷം, സെമിനാറുകൾ, സ്കൂൾ ബാൻഡ് സെറ്റ് രൂപീകരണം, ഉച്ചഭക്ഷണ വിതരണം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും PTA-യുടെ സജീവമായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. PTA-യും മൂല്യബോധത്തെയും ശിഥിലമാക്കി സമൂഹത്തിന് തീരാ ശാപമായി മാറിയ ലഹരിക്കെതിരെ ഒട്ടനവധി കർമ്മ പരിപാടികൾ നടപ്പിലാക്കാൻ ലഹരി വിരുദ്ധ ക്ലബിന് സാധിച്ചു.
കഴിഞ്ഞ അധ്യയന വർഷത്തെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ സംസ്ഥാനതല അവാർഡ് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചു എന്ന വിവരം അഭിമാനപൂർവ്വം അറിയിച്ചു കൊടുത്തേ. വ്യക്തിത്വ വികസന ക്ലബ്ബ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വ വികസന ക്ലബ്ബ് ഈ അധ്യയന വർഷവും ഒട്ടനവധി പ്രവർത്തന പരിപാടികൾ നടപ്പിലാക്കി വരുന്നു. പരിശീലനം പൂർത്തീകരണ പ്രഖ്യാപനം വടകര മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അജിത് കുമാർ നിർവഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം സഹപാഠികളിലേക്ക് ചൊല്ലുന്നതിനായി സ്ഥാപിതമായ സ്കൗട്ട് ഗൈഡ് JRC പ്രസ്ഥാനങ്ങൾ ഈ വിദ്യാലയത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഓരോ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി സഹകരിച്ച ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന് PTA MPTA അംഗങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അതിനധ്വാനം ചെയ്ത് മൺമറഞ്ഞു പോയ പൂർവ്വ പിതാക്കന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിച്ചു കൊള്ളുന്നു. ഹെഡ് മാസ്റ്റർക്ക് വേണ്ടി കുര്യാച്ചൻ TJ, സ്റ്റാഫ് സെക്രട്ടറി. താങ്ക് യു. വിദ്യാഭ്യാസ മേഖലയിൽ എക്കാലവും മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന താമരശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരനായ റവറൻ ഫാദർ ജോസഫ് കളരിക്കലിനെ ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയ ഹെഡ് മാസ്റ്റർ ജോഷി സാറെ, ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമൻ ബിനു ആറ്റുശ്ശേരി, മാതാപിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുമൊക്കെ വളരെ മനോഹരമായ സ്വാഗത പ്രസംഗത്തിലൂടെയും റിപ്പോർട്ടിലൂടെയും നമ്മുടെയൊക്കെ മുമ്പിൽ കണ്ടുകഴിഞ്ഞു. അഭിമന്യ പിതാവ് വളരെ ശ്രദ്ധയോടെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വീക്ഷിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, എത്രയോ വൈബ്രൻ്റ് ആണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ഒരു നിമിഷം അടങ്ങിയിരിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളിലേറെ ഊർജമുണ്ട്. അത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുറത്തെടുക്കാൻ വേണ്ടി അതിനൊന്ന് പരിപാകപ്പെടുത്തി പരിപക്വമാക്കി ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനം നിങ്ങളുടെ ഓരോ ചലനത്തിലും കാണാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികള് അവർ മുണ്ട് മുറുക്കിയെടുത്ത് വിദ്യ അഭ്യസിക്കുമ്പോൾ വീട്ടിലവർക്ക് ഭക്ഷണമില്ല എന്ന് കണ്ടിട്ട് ഓരോ വിദ്യാലയങ്ങളിലും ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച് വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത് ഈ ചാവറ അച്ഛനായിരുന്നു, വിശുദ്ധനായ ചാവറ പിതാവ്. മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഈ ഭാരതത്തിന്റെ തനിമയെ ഇവിടെ നിലനിർത്താൻ വേണ്ടി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു മുഖമുദ്രയുണ്ട്. ഏതെങ്കിലുമൊക്കെ മുദ്രകൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും, ഏതെങ്കിലുമൊക്കെ മറകൾ കൊണ്ട് അതൊന്നും അല്ല എന്ന് പ്രഖ്യാപിക്കാൻ പരിശ്രമിച്ചാലും, എന്നും സനാതനമായി നിൽക്കുന്ന മൂല്യങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മനോഹരമായി തന്നെ മുൻപോട്ട് പോകും. വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അഭിമന്യ പിതാവ് തന്നെ ഇവിടേക്ക് കടന്നു വന്ന് നമുക്കൊക്കെ അനുഗ്രഹം ഓതുന്നത്. നമ്മളിത് 4 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുകയാണ്. നമുക്കറിയാം, ഈ അധ്യാപകരെ പോലെ ഇത്രമാത്രം ബഹുമാനം സ്വീകരിക്കുന്ന മറ്റൊരു വിഭാഗമില്ല. ജോഷി സാർ ഈ സ്കൂളിന്റെ പടിയിറങ്ങി മരുതമ്പര അങ്ങാടിയിൽ നിന്നാലും നിങ്ങളാരും ജോഷി ചേട്ടാ എന്ന് വിളിച്ച് പുറകെ കൂടില്ല. തീർച്ചയായും മരണം വരെ അധ്യാപകനായി നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുന്നവരാണ് അധ്യാപകർ. വിദ്യ കൊണ്ട് ജീവിതത്തിന്റെ അന്ധകാരത്തെ മാറ്റിവെക്കുന്നവർ. തീർച്ചയായും വളരെ സഫലമായ ഒരു ജീവിത ഘട്ടം പൂർത്തിയാക്കി പുതിയ ഒരു ജീവിത മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ അധ്യാപകരെ വളരെ സ്നേഹത്തോടെ യാത്രയാക്കാം. പ്രഗത്ഭനായ ജോഷി സാറിനെ പോലുള്ളവര് പടിയിറങ്ങുമ്പോൾ അവരൊക്കെ അവശേഷിപ്പിച്ചു പോകുന്ന വലിയ ശൂന്യത ഒരിക്കലും ശൂന്യതയാകാതിരിക്കണമെങ്കിൽ അദ്ദേഹമൊക്കെ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിച്ചോ അത് സ്വന്തം ജീവിതത്തിൽ
പ്രാവർത്തികമാക്കുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാവുക. ഇവിടെ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിനെ പറ്റി പറഞ്ഞ കാര്യം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തീർച്ചയായും നമ്മുടെ വർഗീസ് സാറ് അങ്ങനെ തന്നെയാണ്. ജീവിതത്തിന്റെ രസതന്ത്രത്തെ ഏറ്റവും മനോഹരമായി കൂട്ടിയോജിപ്പിക്കുന്നവനാണ് ജീവിതത്തിൽ സൗമ്യനാവാൻ കഴിയുക. തീർച്ചയായും ഈ സൗമ്യതയൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. ജോഷി സാറിന്റെ കൂടെ നിന്ന് എലിസബത്ത് ടീച്ചർ ജോഷി സാറിന്റെ ശക്തി ആയതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഈ സ്കൂളിന്റെ വലിയ ഒരു ശക്തി തന്നെയായിരുന്നു. ടീച്ചറിനെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഓർക്കുകയും ആദരിക്കുകയും ജീവിത സായാഹ്നത്തിലെ നന്മകൾ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഫ്രാൻസിസ് സാറ് വളരെ ചുറുചുറുക്കുള്ള വ്യക്തിയാണ്, നമുക്കറിയാം. നന്നായി ഓടുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ കൂടെ ഓടിക്കാനും കൂടുതൽ വിജയങ്ങളിലേക്ക് ഒരു സമൂഹത്തെ നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന കാര്യം നമുക്കേറെ ചാരിതാർത്ഥ്യജനകമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധയോടെ മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാവട്ടെ. നന്മയുടെ ഭാഗത്ത് നിൽക്കാൻ, നന്മയെ കാണാൻ, ഈ നന്മയെ വെറുതെ കണ്ട് മറന്നു പോകാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. വിരമിക്കുന്ന അധ്യാപകരോട് ബൈബിളിൽ നിന്ന് ഒരു വാചകമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തില് സങ്കീർത്തനം പറയുന്ന ഒരു വാചകമുണ്ട്. പുഴയോരത്തെ വൃക്ഷം പോലെയാവട്ടെ നിങ്ങളുടെ ജീവിതം. നിറയെ ഇലകളുള്ള, വേരുകൾ ആഴ്ന്നിറങ്ങി പുഴയിൽ നിന്ന് വെള്ളം സ്വീകരിക്കാൻ കഴിയുന്ന, പക്ഷികൾ ചേക്കേറുന്ന ഒരു വലിയ വൃക്ഷമായി ദൈവം തമ്പുരാൻ നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് സങ്കീർത്തനങ്ങളോടൊപ്പം ഞങ്ങളും ആശംസിക്കുന്നു. വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവ പരിപാലനയിലായിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്കൂളിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ജോസ് വടക്കേടൻ അച്ഛന് ആരംഭത്തിൽ സൂചിപ്പിച്ചു. ഒരു ചരിത്ര നിമിഷമാണ് മരുതോങ്കര ഹൈസ്കൂളിന് എന്ന്. അത് സത്യമാണെന്ന് ബോധ്യമാവുകയാണ്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വിപുലമായിട്ടുള്ള ഒരു വാർഷികാഘോഷം നടക്കുക. വാർഷികം എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വലിയ പരിശീലനം ലഭിക്കുന്ന വേദിയാണ്. അത് പ്രയോജനപ്പെടുത്തുകയാണ് ഈ ഒരു ദിവസം. അതോടൊപ്പം തന്നെ അഭിമാനത്തോടുകൂടി എല്ലാവരും വലിയ സന്തോഷത്തോടുകൂടി ദീർഘകാലമായ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഇന്ന് ബാൻഡ് സംഘം കുഞ്ഞുങ്ങളുടെ തന്നെ വളരെ പെട്ടെന്ന് ഒരു മാസത്തെ പരിശീലനമെന്നാണ് ജോസഫിന് എന്നോട് പറഞ്ഞത്. ഒരു മാസത്തെ പരിശീലനം കൊണ്ട് വളരെ മനോഹരമായ ഒരു ഗ്രൂപ്പ് ഇവിടെ രൂപീകരിക്കപ്പെട്ടു. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. സമർപ്പണം ഈ സ്കൂൾ എത്രമാത്രം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് നടത്തുന്നുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ്. അതിന് നേതൃത്വം നൽകിയവരെ എല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മരുതോങ്കര സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ സന്തോഷം, അഭിമാനം തോന്നുകയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി എന്നത് തന്നെ നിസ്സാരമായൊരു കാര്യമല്ല. ഏകദേശം 58 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്കൂൾ ആരംഭിച്ച നമ്മുടെ പിതാമഹന്മാർ കരുതലോടുകൂടി കാത്തിരുന്ന വലിയ അവരുടെ സ്വപ്നം അത് ഹയർ സെക്കൻഡറി സ്കൂളാകുമ്പോൾ യാഥാർത്ഥ്യമായി. ഇന്ന് വരെ ഈ കാലഘട്ടത്തിൽ വളരെ സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുവാൻ സ്കൂൾ മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല.
ഇവിടെ കടന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ശ്രദ്ധേയമായ രീതിയിൽ, സുദീർഘമായ രീതിയിൽ പരിശീലനം നൽകുവാൻ സ്കൂളിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 100% വിജയം വരിക്കുവാൻ SSLCക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും 98% 2 കുട്ടികൾ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. 2 കുട്ടികൾ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. 100% ഏകദേശം അടുത്തെത്തി 98% വിജയം വരിക്കാൻ സാധിച്ചു. ഈ വർഷം 100 കിട്ടുമായിരിക്കില്ലേ? ഈ വർഷം 100% കുട്ടികൾ വിജയിക്കുമെന്നാണ് ജോഷി സാറ് ധൈര്യമായിട്ട് പറയുന്നത്. A ഗ്രേഡ് വാങ്ങുവാൻ ഒരു കുട്ടിക്ക് സാധിച്ചു. നാടകം, അതിൽ ഏറ്റവും നല്ല നാടകം മികച്ച 1ാം സമ്മാനം നേടി എന്ന് മാത്രമല്ല, മികച്ച നടനും ഇവിടെ നിന്ന് തന്നെ. സംസ്കൃത നാടകത്തിൽ A ഗ്രേഡ് ലഭിച്ചു. മികച്ച നടനും മരുതോങ്കരയിൽ നിന്ന് തന്നെയാണ്. പ്രവൃത്തി പരിചയമേളയിൽ, സംസ്ഥാനത്ത് നടന്ന മേളയിൽ 3ാം സ്ഥാനം മരുതോങ്കരയ്ക്ക് ലഭിച്ചു എന്നുള്ളതും നിസ്സാരമായ കാര്യമല്ല. കായിക മത്സരത്തിൽ 2 കുട്ടികൾ ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ സ്കൂളിൽ അധ്യാപകർ എത്ര ശ്രദ്ധയോടുകൂടി കായിക രംഗത്തെ കുട്ടികളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നതിന് അടയാളമാണ്. ദീർഘമായ 30 വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന അധ്യാപകരെ നന്ദിയോടുകൂടി ഓർക്കുന്ന വലിയൊരു അവസരമാണ്. അധ്യാപകരെ 4 പേരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ടെങ്കിലും ജോഷി സാറിനോടാണ് എനിക്ക് കൂടുതൽ വളരെ അടുത്ത് പരിചയമുള്ളത്, അടുപ്പമുള്ളത്. രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സാറിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. എന്നാൽ രൂപതാധ്യക്ഷനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഇവിടെ ക്ഷണിച്ചു. ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ വിവിധ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു. സ്കൂളിലാകട്ടെ, അദ്ദേഹം ആയിരിക്കുന്ന മേഖലകളിലാകട്ടെ പൂർണ്ണമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് എനിക്ക് അടുത്ത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് എന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഈ മരുതോങ്കര ചെറിയ സ്ഥലത്ത് ലഹരി വിമുക്തമാകണം, ഇവിടെ പുകയില വസ്തുക്കൾ പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെടണം, ഇല്ലാതാക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ താഴത്തെ അങ്ങാടിയിൽ വരാന്തയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. കുട്ടികളെല്ലാവരും പ്രതിജ്ഞയെടുത്തു. വലിയ വ്യക്തിത്വങ്ങൾ, വലിയ ആളുകൾ അതിൽ സംബന്ധിച്ചു. ഇത് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് കൃത്യമായിട്ട് വെളിവാക്കുന്നത്. ആ ഒരു ദിവസം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും തന്നെ മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇവിടെ പുകവലി സിഗരറ്റൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ വിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ടല്ലേ? അത് ഇപ്പോൾ കുറേശ്ശെ പുകവലി സിഗരറ്റൊക്കെ ഇവിടെ കിട്ടുമെന്നാണ് ജോഷി സാർ പറയുന്നത്. പൂർണ്ണമായിട്ട് വിജയിച്ചില്ല എന്ന്. എങ്കിൽ പോലും പൂർണ്ണമായിട്ട് ആ അവസരത്തിൽ ശ്രദ്ധയോടുകൂടി ഇവിടെ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികളോട് സംസാരിക്കുകയും ഇത് വലിയൊരു തിന്മയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും തീരുമാനമെടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പാഠം, ലഹരിക്കെതിരെ, ഇത്തരം തിന്മകൾക്കെതിരെ നല്ലൊരു പാഠം ചൊല്ലിക്കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് എപ്പോഴും ഞാൻ സൂക്ഷിക്കുകയാണ് മനസ്സിൽ. പലയിടത്തും ഞാനത് ആവർത്തിച്ച് പറയാറുമുണ്ട്. അതാണ് ജോഷി സാർ എന്ന ആ വ്യക്തിത്വം എൻ്റെ മനസ്സിൽ നിൽക്കുക. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ്. എങ്കിലും ഗവൺമെൻറ് നിശ്ചയിച്ച സമയത്ത് റിട്ടയർ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമുക്ക് 3 പേരും അധ്യാപകർ 3 പേരും വിരമിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അവരെ നന്ദിയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. അധ്യാപകരെപ്പോഴും വിളക്ക് പോലെയാണ്, പ്രകാശം നൽകുന്ന വ്യക്തികളാണ് എന്ന് നമുക്കറിയാം. അവർ സ്കൂളിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങൾക്ക് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അധ്യാപകനും സ്കൂളിൽ അവർ പ്രവർത്തന മേഖലകളിൽ, മറ്റു മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള, സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുന്ന വ്യക്തികളാണ് അധ്യാപകർ. അവർ കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനം നൽകുക മാത്രമല്ല, ഉത്തമമായ മാതൃക നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ചൊല്ലിക്കൊടുത്ത് അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് നന്നായിട്ട് അറിയാം ശ്രീ അബ്ദുൽ ജെ കലാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അദ്ദേഹം അവിടെ, ആത്മകഥയാണ് അവിടെ രേഖപ്പെടുത്തുക.
തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന പ്രദേശത്ത് അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യം അദ്ദേഹം ഓർക്കുകയാണ്. ശ്രീ ലക്ഷ്മി ശാസ്ത്രികൾ ആ പ്രദേശത്തെ സ്കൂൾ നടത്തുന്ന മാനേജർ. അവിടെ ബ്രാഹ്മണ കുട്ടികളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളും മറ്റു മതത്തിൽപ്പെട്ടവരും എല്ലാം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ആ കലാലയത്തിൽ പഠിക്കുകയാണ്. ശ്രീ ലക്ഷ്മി ശാസ്ത്രികളുടെ കുട്ടിയും ശ്രീ അബ്ദുൽ കലാമും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് വരിക, ഒരുമിച്ച് ക്ലാസ്സിലിരിക്കുക, ഭക്ഷണം കഴിക്കുവാൻ പോവുക, നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ ക്ലാസ്സിലേക്ക് പുതിയൊരു അധ്യാപകൻ വന്നു. ഒരു യാഥാസ്ഥിതികനായ വ്യക്തി, ഹൈന്ദവ മതത്തിൽപ്പെട്ട അധ്യാപകന് ക്ലാസ്സിലേക്ക് വന്ന ഉടൻ തന്നെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിയെന്ന പ്രത്യേകമായിട്ട് അടയാളമായി തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട് അബ്ദുൽ കലാം. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പൂണൂൽ ധരിച്ചിട്ടുണ്ട്, ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട വ്യക്തി. യാഥാസ്ഥിതികനായി ഈ അധ്യാപകന് ഒരു ബ്രാഹ്മണകുമാരനോടൊപ്പം, ഒരു ബാലനോടൊപ്പം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിൽ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ജാതി വ്യവസ്ഥയുടെ പത്തി ഉയർത്തപ്പെട്ടു. അദ്ദേഹം കടുത്ത ഭാഷയിൽ കലാമിനോട് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, ഒരു ബ്രാഹ്മണനോടൊപ്പം ഇരിക്കുവാനുള്ള യോഗ്യത നിനക്കില്ല, നീ പുറകിലത്തെ ബെഞ്ചിലേക്ക് പോവുക. ശ്രീ അബ്ദുൽ കലാം എഴുതുകയാണ്, ഞാൻ എഴുന്നേറ്റു, എൻ്റെ സതീർത്ഥൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീര് ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അതിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. ഞാൻ വളരെ വ്യസനത്തോടുകൂടി ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പോയിരുന്നു. പിറ്റേ ഈ വിവരം സ്കൂൾ മാനേജർ ശ്രീ ലക്ഷ്മി ശാസ്ത്രികൾ മനസ്സിലാക്കി. അവര് ഈ അധ്യാപകനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്കൂളിൽ ഞാനിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മതം വളർത്താനല്ല, മതം പഠിപ്പിക്കാനല്ല, നല്ല വ്യക്തിത്വങ്ങൾക്ക് രൂപീകരണം നൽകുന്നതിന് വേണ്ടിയാണ്. നാം എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്നേഹമാണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഏത് മതത്തിൽ ജനിച്ചാലും, ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും, ഏത് രാഷ്ട്രീയ പ്രവർത്തന സംഹിതകളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് ഞാനിത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം. അദ്ദേഹം കൊടുത്ത ഓർഡറായിരുന്നു. തുടർന്ന് അദ്ദേഹം എഴുതുകയാണ്, ആ അധ്യാപകൻ തൻ്റെ നിലപാട് തിരുത്തുകയും പിറ്റേ ദിവസം തന്നെ എന്നെ മുൻ ബെഞ്ചിലേക്ക് എൻ്റെ സതീർത്ഥനോട് ചേർത്തിരുത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഈ മരുതോങ്കരയിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ പിരിയുമ്പോൾ ഈ കലാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും മുന്നോട്ട് പോകുന്നതും ഇതുപോലെയുള്ള പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതിനാണ്. നാം ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും, ഏത് വിശ്വാസ സംഹിതകളിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിലും നാം എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കള്, ഒരേ വിശ്വാസമുള്ളവര്. ഇത് ഇവിടെ ഈ അധ്യാപകരിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഉത്തമ പൗരന്മാരായി നമ്മെ വളർത്തുവാന് പരിശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള 4 പേരാണ് നമ്മോട് യാത്ര പറയുന്നത്. ജാതിയിലേക വർണ്ണമൊഴുകും രുതിരത്തിലും ജാതിയില്ലല്ലോ ഒളിപ്പാർന്ന കണ്ണീരിലും കവി നമ്മെ പഠിപ്പിക്കുകയാണ്. ജാതിയിലേക വർണ്ണമൊഴുകും രുതിരത്തിലും, നമ്മുടെ ഓരോരുത്തരുടെയും സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, വ്യത്യാസമുണ്ടോ ആ നിറത്തിന്? ഒരേ രക്തമല്ലേ? നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് വ്യത്യസ്തമായൊരു രുചിയുണ്ടോ? അതിനൊരേ രുചി തന്നെയല്ലേ എന്ന് കവി ചോദിക്കുക. ജാതിയിലേക വർണ്ണമൊഴുകും രുധിരത്തിനും ജാതിയിലേക ഒന്നിനും തന്നെ ജാതിയിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കുക. ഈ അധ്യാപകർ, പ്രിയപ്പെട്ട അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ സ്വന്തമാക്കേണ്ടതാണ്, മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഉത്തമമായ വെളിച്ചം നൽകുകയാണ് അധ്യാപകർ ചെയ്യുക. ഏറ്റവും നല്ല അധ്യാപകനായ രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം ഒരു ദിവസം ഒരു തടാകത്തിൽ
ഒരു ഹൗസ് ബോട്ടിലിരുന്ന് ഒരു രാത്രിയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഒരു ഫിലോസഫി ഗ്രന്ഥം വായിക്കുകയാണ്. മെഴുകുതിരിയുടെ വെളിച്ചമാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഫിലോസഫി ഗ്രന്ഥം വായിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തണുത്ത കാറ്റ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്നാൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ആ ബോട്ടിന്റെ ഭാഗത്തേക്കൊന്ന് പതുക്കെ പുറത്തേക്ക് വന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. നല്ല നിലാവെളിച്ചം. ഞാൻ ഇത്രയും സമയം ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിലായിരുന്നല്ലോ. വളരെ മനോഹരമായ പ്രകാശം പുറത്തുള്ളപ്പോൾ ഞാൻ കൊച്ചു മെഴുകുതിരിയെ ആശ്രയിച്ചല്ലോ, ദുഃഖിച്ചു. തുടർന്ന് അദ്ദേഹം എഴുതുകയാണ്, ഏതൊരു അധ്യാപകനും ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു കുഞ്ഞും മനസ്സിലാക്കേണ്ടത് ഇതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ ചെറിയ വെട്ടമുള്ളവരാണ്. തങ്ങൾ ജീവിക്കുന്ന മേഖലകളിൽ മാത്രമുള്ള ചെറിയ മെഴുകുതിരി വെളിച്ചത്തിൽ ജീവിക്കുന്നവര്. എന്നാൽ അതിനപ്പുറത്ത് മനോഹരമായ നിർമ്മലമായ ചന്ദ്രന്റെ പ്രകാശമുണ്ടെന്ന് മറന്നു പോവുകയാണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശം നൽകുന്നതാണ്. ഭൂമി മുഴുവനും പ്രകാശം നൽകുന്നതാണ്. എല്ലാവരെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നതാണ്. ആ വെളിച്ചം അനുഭവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഓരോ അധ്യാപകരുടെയും ജോലി അതാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്വം അതാണെന്ന് അദ്ദേഹം തുടർന്നുള്ള അതിന്റെ വിശകലനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ചെയ്യുന്നത്. നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചമല്ല നമുക്ക് ആവശ്യം. അതിനപ്പുറത്ത് നിത്യമായി പ്രകാശിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ ചന്ദ്രബിംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെങ്ങും ആ വലിയ സത്യം പ്രചരിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനങ്ങനെ സാധിക്കട്ടെ. അതിന് നന്ദിയോടുകൂടി നമ്മുടെ അധ്യാപകരെ ഓർക്കുകയാണ്. അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള, കഠിനാധ്വാനം ചെയ്യുവാനുള്ള അവസരമാണ്. നന്നായി പഠിക്കുക. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങണം. പഠിക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണമെല്ലാം TV ഓഫ് ചെയ്തുകൊണ്ട്, TV അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലേക്ക് ഒന്നും പ്രവേശിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ഈ വാർഷികം അവസാനിച്ച് കഴിയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, ഏറെ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് ഒരുങ്ങുക. 100% വിജയം വരിച്ചു കഴിയുമ്പോൾ അഭിനന്ദനത്തിനുള്ള മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ജോസഫിന് എന്നെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് എനിക്കിവിടെ വരുവാനും നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കതിന് കഴിയും. എൻ്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകും. ജോഷി സാറിൻ്റെ ശിരസിൽ വലിയൊരു കിരീടത്തിൽ ഒരു തൂവൽ കൂടി അത് ആയിത്തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ഒരുപോലെ പരിശ്രമിച്ചാൽ ഈ വിദ്യാലയത്തിന് 100% വിജയം അടുത്ത വർഷം കൈവരിക്കുവാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും വിരമിക്കുന്ന അധ്യാപകർക്ക് എല്ലാ നന്മകൾ നേർന്നുകൊണ്ടും ഈ അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമയം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള കുട്ടികളെ,
നമ്മുടെ സ്കൂളിൻ്റെ 57ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടക്കുന്ന ഈ സന്ദർഭത്തിൽ മരുതം മാസികയെക്കുറിച്ച് പറയുവാനാണ് എൻ്റെ ബാധ്യതയെങ്കിലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് കൂടി പറയാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. 57 വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ മാതാപിതാക്കൾ അധ്വാനിച്ച് പണിതീർത്ത ഈ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിക്കാനും അവിടെ തന്നെ അധ്യാപകരായി ജോലി ചെയ്യാനും തങ്ങളുടെ സേവനകാലം ആയുരാരോഗ്യത്തോടു കൂടി പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുവാനും സാധിക്കുന്നതാണ് ഈ നാട്ടുകാർ തന്നെയായ വർഗീസ് സാറിനും ഫ്രാൻസിസ് സാറിനും ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 30 വർഷത്തോളം ഈ സ്കൂളിൽ ഒരു കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഫ്രാൻസിസ് സാറ് ഒട്ടേറെ വിദ്യാർത്ഥികളെ ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തേക്കും ഉയർന്ന ജോലികളിലേക്കും പ്രവേശനം നൽകി അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്ത് അനുഗ്രഹിച്ചവനാണ്. അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിന്നും വിരമിക്കുകയാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ എന്നും മായാത്ത ഒരു സ്ഥാനം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരാൾക്ക് ഒരിക്കൽ അവിചാരിതമായി വളരെ പെട്ടെന്ന് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ആ അവസരത്തിൽ അവരെ സന്ദർശിക്കാനെത്തിയ വർഗീസ് സാറിനോട് വിവരങ്ങളൊക്കെ പറയുന്നതിനിടയിൽ അവിചാരിതമായി സാറ് തനിക്ക് മാസം തോറും അടയ്ക്കേണ്ട ചിട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുകയാണ്. അപ്പോൾ വർഗീസ് സാറിൻ്റെ മറുപടി ഞാൻ ഓർത്തു പോവുകയാണ്. സാർ ഈ അവസരത്തിൽ അതൊന്നും ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട, അതൊക്കെ എത്രയായാലും ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളും. വർഗീസ് സാറിൻ്റെ മനസ്സിൻ്റെ നന്മയാണ് ഞാൻ ഓർത്തുപോയത്. കൂടാതെ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ ആരും നിർബന്ധം ചെലുത്താതെ സ്വമനസാലെ സാറ് സ്കൂളിൻ്റെ ലാബിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും പണം മുടക്കാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടുവാനും കിഴിക്കുവാനുമാണ് നമ്മൾ ഒരുപാട് സമയം ചിലവാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകരോട് സാറ് കാണിച്ച ഈ നല്ല മനസ്സൊക്കെ എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. പല കാര്യങ്ങളും നമുക്ക് വെറുതെ പ്രസംഗിക്കാനും പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എന്നാൽ ഞങ്ങളുടെ മോളി ടീച്ചർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ്. സ്വന്തം മക്കളെ പോലെ തന്നെ മരുമക്കളെയും പേരക്കിടാങ്ങളെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് ടീച്ചർ ഞങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. ടീച്ചർ ചെമ്മനോട് സ്കൂളിൽ നിന്നും മരുതമ്പല സ്കൂളിൽ എത്തിച്ചേർന്ന സന്ദർഭത്തിൽ വർഷാവസാനം മാഹി പള്ളിയിൽ പോകുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കണമെന്ന്. അതെ, സ്വന്തം മക്കളെ പോലെ തന്നെ ആ അമ്മ മനസ്സോടെ തന്നെയാണ് ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയെയും ടീച്ചർ ഉപദേശിച്ചതും വിജയത്തിലേക്ക് നയിച്ചതും. കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നാണ് ടീച്ചർ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും ടീച്ചറെ ഞങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ടീച്ചറിൻ്റെ അഭാവത്തിലാണ്. ടീച്ചർ അവധിയിലായിരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞങ്ങൾ സഹപ്രവർത്തകരെ മോൾ ടീച്ചറും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ സ്നേഹപൂർവ്വം ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഈ വിദ്യാലയത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തണം. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് വാങ്ങിച്ച ശമ്പളത്തിനുള്ള ജോലി ഞാൻ ഇന്ന് പൂർത്തിയാക്കിയിട്ടാണോ ഈ വഴികൾ ഇറങ്ങി പോകുന്നത് എന്ന്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്നേഹമുള്ള ഹെഡ് മാസ്റ്റർക്ക് നിറഞ്ഞ സംതൃപ്തിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ പടികളിറങ്ങാം. കാരണം വിശ്വസാഹിത്യകാരനായിരുന്ന ടോൾസ്റ്റോയ് പ്രഭു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ വിലപിക്കുന്നുണ്ട്, എൻ്റെ ആദർശങ്ങളിൽ 10,000-1 പോലും എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എന്നാൽ ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിലാപത്തിൻ്റെ ആവശ്യമില്ല. സാറിൻ്റെ ആദർശങ്ങൾ എന്തായിരുന്നുവോ അത് സാറ് പ്രാവർത്തികമാക്കിയ ആളാണ്. ഈ മരുതം മാസിക
ഈ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പുറത്തിറക്കുന്നത്. എങ്കിലും ഞങ്ങളുടെ സഹാധ്യാപകരിൽ ഒരാൾ പറഞ്ഞ കാര്യവും കൂടി ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. നമ്മൾ ജോലി ഭാരം കൊണ്ട് എത്രയേറെ വിഷമിച്ചാലും നമ്മളെ ആരും സഹായിക്കാനില്ലെങ്കിലും നമ്മുടെ ഹെഡ് മാസ്റ്ററോടൊന്ന് ചോദിച്ചാൽ സാറ് നമ്മളെ സഹായിക്കാതിരിക്കില്ല. സാർ എത്ര തിരക്കിലാണെങ്കിലും നമ്മളെ അതൊക്കെ മാറ്റി വെച്ച് സഹായിക്കാനാകുമെന്ന്. അതെ, ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഈ മരുതം മാസികയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള വലുതും ചെറുതുമായ ഓരോ കാര്യവും ഏറെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജോഷി സാർ തന്നെയാണ് പൂർത്തിയാക്കിയത്. മാത്രമല്ല, സാഹിത്യ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിൽ പിറന്നതുകൊണ്ടുകൂടിയാവാം സാറ് ഇതൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് ചെയ്തതും. കുട്ടികളെ സാഹിത്യത്തിൽ എത്രമാത്രം വളർത്താൻ സാറിന് കഴിയുമെന്ന് ഈ മരുതം മാസികയുടെ 1-ാം പതിപ്പ് മുതൽ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന 3-ാം പതിപ്പ് വരെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ വളർച്ച. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ബിനു ടീച്ചർ സ്കൂൾ വർഷ ആരംഭം മുതൽ അവസാനം വരെയും കുട്ടികളെ കലാപരമായ കാര്യങ്ങളിൽ ഒരുക്കുവാനുള്ള തിരക്കിലാണെങ്കിലും അതിനിടയിലും ഈ മാസികയ്ക്ക് വേണ്ടിയും സമയം കണ്ടെത്തി. PTA വൈസ് പ്രസിഡന്റ് ഷിബു ഓടാതെയും ഈ പ്രകാശനം ഇവിടെ നടത്തുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ മരുതം മാസിക പുറത്തിറക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഫെബ്രുവരി മാസത്തോടെയാണ്. പക്ഷേ വാർഷിക ആഘോഷം നേരത്തെ നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് കുട്ടികളുടെ പഠനത്തിന് ഒരു തടസ്സമാവരുത് ഈ ആഘോഷം എന്ന് കരുതിയതുകൊണ്ട് ഈ വാർഷികത്തിൽ തന്നെ നമ്മുടെ മരുതം മാസികയും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന ഈ വാർഷിക ദിനത്തിൻ്റെ റിപ്പോർട്ടുകളും ഫോട്ടോയും കൂടി ഉൾപ്പെടുത്തുമ്പോഴേ ഈ മാസിക യഥാർത്ഥത്തിൽ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഔദ്യോഗികമായി പ്രകാശനം ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾക്കും മറ്റുള്ളവർക്കുമൊക്കെയുള്ള പതിപ്പുകൾ അടുത്ത ആഴ്ച അവസാനത്തോടുകൂടി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ശ്രീമാൻ കെ സജിത് അവർകൾ പ്രസിഡന്റ് എന്ന നിലയിൽ സർവസമ്മതനും സ്വീകാര്യനുമാണ്. ഈ വേദിയിൽ മരുതം സ്കൂൾ മാഗസിൻ പ്രകാശന കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നു. അമ്പത്തിയേഴാം വാർഷിക ആഘോഷവും ഈ സ്കൂളിൽ പിന്നിട്ട കാലങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തിട്ടുള്ള 4 അധ്യാപകരുടെ യാത്രയയപ്പ് കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ നടക്കുന്നത്. നമുക്കറിയാം, സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് മരുതോങ്കരയിലെ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഹൈസ്കൂൾ രംഗത്തെ, ഹയർ സെക്കൻഡറി രംഗത്തെ ഒരു ഒത്താണിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1957 കാലഘട്ടത്തിൽ അന്നത്തെ ഈ പ്രദേശത്തിൻ്റെ MLA ആയിരുന്ന CH കാണാറിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെയും നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ മൺമറഞ്ഞു പോയിട്ടുള്ള ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വികാരിമാരുടെയും കുടിയേറ്റ കർഷകരുടെയും ഈ നാട്ടിലെ നാട്ടുകാരുടെയും കൂട്ടായ സഹകരണത്തിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായാണ് ഈ സ്ഥാപനം ഇന്നിവിടെ തലയുയർത്തി നിൽക്കുന്നത്. നമുക്കറിയാം, പിന്നിട്ട വർഷങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഊർജവും കരുത്തുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ 1990 മുതൽ 3 വർഷക്കാലം ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയായി പഠനം നടത്താൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 1993 ഇവിടെ നിന്ന് SSLC പരീക്ഷ എഴുതി പാസ്സായി ഞാൻ പോകുന്നത്. തീർച്ചയായും ആ കാലങ്ങളെല്ലാം തന്നെ ഈ സ്ഥാപനത്തെ ഒന്നുകൂടി അടുത്തറിയാനും ഈ പ്രദേശത്തെയും ഇതിൻ്റെ സംസ്കാരവും ഉൾക്കൊള്ളാനും എനിക്കുൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഈ യാത്രയപ്പെന്ന് പറയുന്നത് ഔദ്യോഗികമായി നടക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ്. എങ്കിൽ പോലും അധ്യാപകന്മാരുടെ യാത്രയപ്പെന്ന് പറയുമ്പോൾ അത് വളരെയേറെ പ്രയാസവും അല്ലെങ്കിൽ ആ രീതിയിൽ ഓരോ വിദ്യാർത്ഥിയെയും പ്രയാസപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നാട്ടുകാരെ, സ്ഥാപനത്തെ, അതിൻ്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്ന നഷ്ടം കൂടി സംഭവിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്ന ഒരു വേദി കൂടിയായി ഇതിനെ ഞാൻ നോക്കിക്കാണുകയാണ്. യാത്രയപ്പ് വേളയായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോഷി മാഷ്
4 വർഷത്തെ കാലത്തെ പരിചയമാണ് എനിക്ക് ജോഷി മാഷുമായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനായി ഈ രംഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ പഞ്ചായത്തിലെ പ്രബലമായൊരു സ്ഥാപനം എന്ന നിലക്ക് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനും സ്ഥാപനത്തോട് യോജിച്ച് പ്രവർത്തിക്കാനും കൂട്ടായ പ്രവർത്തനങ്ങളും നടത്താൻ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിലെല്ലാം ഒരു അധ്യാപനപ്പുറത്ത് ഒരു സ്നേഹമുള്ള ഒരു രക്ഷിതാവായി മാഷിൻ്റെ പ്രവർത്തനം ഞാൻ നോക്കിക്കാണുകയാണ്. അതുതന്നെയാണ് ഈ സ്ഥാപനത്തിലെ ഓരോ വിദ്യാർത്ഥിനികൾക്കും പറയാനുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധ്യാപനപ്പുറത്ത് കൂട്ടുകാരനായി, രക്ഷിതാവായി, കുട്ടികളോട് കൂട്ടം ചേർന്നുകൊണ്ട്, അവരോട് കൂട്ടുചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ തീർച്ചയായും മാഷക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പിന്നിട്ട 4 വർഷങ്ങളിലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ നോക്കിക്കാണുകയാണ്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാഷിൻ്റെ സഹധർമ്മിണി കൂടി ഇതേ വേളയിൽ വെച്ച് ഒന്നിച്ച് യാത്ര പിരിയുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അപൂർവം സംഭവിക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. അവരെയും പിന്നിട്ട കാലങ്ങളിലെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും കുട്ടികളെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്നതിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുകയാണ്. വർഗീസ് സാർ എന്ന് പറയുമ്പോൾ കൂടുതൽ കാലത്തെ പരിചയമൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അകത്തും ഇവിടെ മാസികയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്നുകൂടി ഞാൻ നോക്കിക്കാണുകയാണ്. സാമ്പത്തികമായി പല നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അതൊന്നും നോക്കാതെ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള അധ്യാപകൻ. തീർച്ചയായും അധ്യാപകൻ്റെ വിടവ് സ്ഥാപനത്തിന് നഷ്ടമായിരിക്കുമെന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. ഫ്രാൻസിസ് സാറാണ്. ഫ്രാൻസിസ് സാർ ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു അധ്യാപകനാണ്. അന്ന് മുതലേ സാറിനെ എനിക്ക് നേരിട്ടറിയാം. ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കായിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാനും വിവിധ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട രൂപതാധ്യക്ഷൻ പറയുമ്പോൾ കൈയടിക്കുന്നൊരു വിവരം ഞാൻ സ്റ്റേജിലിരുന്ന് കാണുകയുണ്ടായി. അടുത്ത വർഷം 100% വിജയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ കൈയടിച്ച് ആ വാർത്തയെ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സമൂഹത്തോടുള്ള കടപ്പാട്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച അത് അറിയിക്കാൻ അത് അർഹിക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 57ാം വാർഷികത്തിന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന 4 അധ്യാപകർക്കും ഈ മരുതോങ്കരയുടെ മുഴുവൻ ജനങ്ങളുടെയും സ്നേഹത്തിൽ പൊതിഞ്ഞ യാത്രയപ്പ് കൂടി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പൂർവികരുടെ ഒരു സ്വപ്നം, ഒരു ദീപശിഖ 57 വർഷം കെടാതെ സൂക്ഷിക്കുകയും ഇനിയും വർഷങ്ങളോളം കൈമാറി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ ഒരു സംഖ്യയിൽ നിന്നുകൊണ്ട് ഇവിടെ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നതിലുള്ള പ്രയാസം കൊണ്ട് ഞാൻ അധികം പോകുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ 50ാം വാർഷികം ആഘോഷിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പൊതു ചടങ്ങിൽ വെച്ച് വാർഷികം ആഘോഷിക്കുന്നത് 7 വർഷത്തിന് ശേഷം ഇപ്രാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് എന്നാണ്. നിങ്ങൾക്കറിയാം, ഒരാഴ്ച മുമ്പ് 30ഓളം കോഴിക്കോട് ജില്ലയിലെ 30ഓളം ഇന്റർ സ്കൂൾ വോളിമേള ഇവിടെ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുട്ടികൾക്ക് വേണ്ടി സൈക്കിൾ പരിശീലനം, ലഹരി വിമുക്ത, അങ്ങനെ വളരെ എല്ലാ രീതിയിലും നമ്മൾ സാർവത്രികമായ എല്ലാ മേഖലകളിലും കടന്നു കയറുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ നമ്മുടെ വിദ്യാലയം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെടേണ്ട ഒരു പേര് എനിക്ക് തോന്നുന്നു ജോസഫ്, നമ്മുടെ മാനേജറത്തിൻ്റെത് തന്നെയാണ്. വളരെ കൃത്യമായി തന്നെ ഇതുപോലെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വളരെയേറെ താല്പര്യമുള്ള അച്ഛന് ഇനിയും ഒരുപാട് ചെയ്യാൻ കഴിയുമെന്നും നമ്മുടെ ഇവിടെ അഭിയോജ്യനായ റബ്ജോസ് ഇജ്ജലാനിയെ അച്ഛൻ പറഞ്ഞതുപോലെ 100% വിജയത്തോടുകൂടി ഇന്ന് പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് ഏറ്റവും നല്ല ഉപഹാരം അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടുതൽ വിവരിപ്പിക്കുന്നില്ല. ജോഷി സാറ്, ഫ്രാൻസിസ് മാഷ്, അതുപോലെ തന്നെ വർഗീസ് സാറ്, ജോഷി സാറിൻ്റെ
ഭാര്യയും മോളി ടീച്ചർ എല്ലാവർക്കും ഒരു വിശ്രമ ജീവിതം ഞാൻ എന്തായാലും ആശംസിക്കുന്നില്ല. വളരെ കർമ്മനിരതമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 4 അധ്യാപകരെ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, കുട്ടികളെ, 57 വർഷം പൂർത്തിയാകുന്ന ഈ ആഘോഷവേളയിൽ അതോടൊപ്പം ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന 4 അധ്യാപകരും വളരെയധികം സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജോലിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെ വളരെ നേട്ടമുള്ളതാണ്. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ, ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞ ഇവർക്ക് PGയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ടും ഈ 57ാം സ്കൂൾ വാർഷികത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 57 വർഷങ്ങൾക്ക് മുമ്പ് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ 57ാമത് വാർഷിക ആഘോഷവും അതോടൊപ്പം തന്നെ സുദീർഘമായ സേവനം ചെയ്ത് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ അധ്യാപക ശ്രേഷ്ഠർക്കുള്ള യാത്രയയപ്പുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ ഈ അധ്യാപക ശ്രേഷ്ഠർ നമ്മുടെ ഈ സ്ഥാപനത്തിനും വിദ്യാർത്ഥികൾക്കും ഈ നാടിനും ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം ഈ സർവീസിൽ നിന്ന് വിരമിച്ചാലും ഈ അവസരത്തിൽ അവർക്കൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നില്ല. കൂടുതൽ കർമ്മനിരതമായി സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ബഹുമാന്യരായ ഈ അധ്യാപക ശ്രേഷ്ഠർക്ക് കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. അമ്മ എന്നാണ് കവിതയുടെ പേര്. എത്ര സുന്ദരമേ പദമമ്മ, ഏതൊരു വീടിലും ഐശ്വര്യമമ്മ. നൊന്തു പ്രസവിച്ചൊരു നാൾ മുതൽ നമ്മെ പാലൂട്ടി പോറ്റി വളർത്തിയതമ്മ. താരാട്ടുപാട്ടുകൾ എത്രയോ പാടി താളം പിടിച്ചു നാം അന്നുറങ്ങി. അമ്മിഞ്ഞ പാലിനോടൊപ്പം നാം ചൊല്ലി അമ്മയെന്നക്ഷരമാദ്യം ചൊല്ലി അമ്മയെന്നക്ഷരമാദ്യം. മുത്തം അതെത്രയോ ഏകി നമ്മെ മുത്തായി തന്നെ വളർത്തി. കുട്ടിക്കഥകൾ എത്രയോ ചൊല്ലി വിജ്ഞാന തൃഷ്ണയതേറ്റിയെന്നും. അക്ഷരമാദ്യം വീടിൻ്റെ വിളക്കാണമ്മയെന്നും എരിഞ്ഞു തീരുന്നത് അമ്മ. നന്മതൻ പര്യായം വിനയത്തിൻ മാതൃക സഹനത്തിൻ ശക്തിയാണമ്മ. വറ്റാത്ത സ്നേഹത്തിൻ നീർച്ചാലാണാകത്ത് അമ്മതൻ പദവിயின் നേറ്റം മഹത്വമേ. അമ്മതൻ പദവിയിൽ നേറ്റം മഹത്വമേ. അമ്മതൻ പദവിയിൽ നേറ്റം മഹത്വമേ. അമ്മതൻ പദവിയിൽ നേറ്റം മഹത്വമേ. നന്ദി. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി മുൻ PTA പ്രസിഡന്റായ ശ്രീ KP മോഹനെ ക്ഷണിക്കുന്നു. ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഫ്രാൻസ് സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിൽ നമുക്കറിയാം, നമ്മുടെ പുതിയ മാനേജർ വന്നതിന് ശേഷം മരുതങ്കരയിൽ ഒരു വോളിബോൾ അക്കാദമി ഉണ്ട്. മറ്റ് അധ്യാപകർക്കും സാധിക്കും എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്.
അതുപോലെ നമ്മൾ ഒരുപാട് വർഷത്തെ PTA പ്രവർത്തനങ്ങളും വാർഷികാഘോഷങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മുടെ ശിഖുവാണ് ഹൈസ്കൂളിന്റെ PTA പ്രസിഡന്റ്. അത് വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു യാത്രയപ്പ് സമ്മേളനവും നല്ലൊരു ഇടപെടലും നമ്മുടെ PTA ഭാഗത്തുണ്ട്. ഈ സ്കൂൾ തിളങ്ങി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് 57 വർഷങ്ങൾക്ക് പിന്നിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുകയാണ്. ഈ സരസ്വതി ക്ഷേത്രം പിന്നീട് 57 വർഷങ്ങൾ സംഭവബഹുലങ്ങളായിരുന്നു എന്ന് പറയാൻ ഞാൻ യോഗ്യയല്ല. കാരണം ഇവിടെയായിരിക്കുന്ന ഒട്ടേറെ പേർ ഈ കലാലയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അഥവാ ചരിത്രം എന്നേക്കാൾ നന്നായി അറിയാവുന്നവരാണ്. എങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രയത്നിച്ച ഇതിന് കാരണഭൂതരായ പിതാമഹന്മാരെ മനസ്സ നമിക്കുകയാണ്. കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ സ്ഥാപിതമായ അന്ന് മുതൽ ഇവിടെ നിന്നും ഒട്ടേറെ പേർ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് തിരിച്ചറിവിൻ്റെ അറിവ് പകർന്നു കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരം. സൃഷ്ടിക്ക് സാഹചര്യം ഒരുക്കിയവരെയും നമ്മുടെ വിദ്യാലയം ഈ കഴിഞ്ഞ വർഷം എങ്ങനെയെല്ലാം ആയിരുന്നു എന്നും എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇനിയും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനാകുമെന്നും വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുകയാണ്. ഈ കലാലയത്തിനും സമൂഹത്തിനും നിങ്ങൾ ചെയ്ത സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ ഞങ്ങൾ എന്നും നന്ദിയോടെ അനുസ്മരിക്കുന്നതാണ്. നിങ്ങളുടെ മഹനീയ മാതൃകകൾ ഞങ്ങൾക്കെന്നും പ്രചോദനമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം എക്കാലവും ഞങ്ങൾ നിങ്ങൾക്കായി കരുതി വയ്ക്കുന്നതാണ്. കൂടുതലായി എന്തു പറയാം. സർവേശ്വരൻ എല്ലാ നന്മകളും ചൊരിഞ്ഞ് നിങ്ങളെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, കലാവിരുന്ന് ഒരുക്കാൻ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജോഷി സാറാണ്. വളരെയേറെ അഭിമാനത്തോടും അതിലേറെ വേദനയോടും കൂടിയാണ് സാറിന് ഞങ്ങൾ യാത്രയയപ്പ് നൽകുന്നത്. കൃത്യനിഷ്ഠ, ക്ഷമ, ആത്മാർത്ഥത എനിക്ക് എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ സാറ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവാണ് ജോഷി സാർ. സാറിനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സഹായിയായുണ്ടായിരുന്ന മോഡി ടീച്ചർ കുട്ടികളായ ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയാണ്. ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഹെൽത്തുകളുടെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഏറെ സഹായകമായി. അവരുടെ ജീവിതം ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അവസരത്തിൽ അവർക്ക് ഒരു യാത്രയയപ്പ് നൽകാനും സ്കൂളിന്റെ 57ാമത് വാർഷികം ആഘോഷിക്കാനുമാണല്ലോ നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, അറിവിന്റെ മഹാലോകം നമുക്ക് മുൻപിൽ തുറന്നു കാട്ടിയവരാണ് ഓരോ അധ്യാപകരും. ആ ലോകത്ത് അറിവിന്റെ വർണ്ണച്ചിറുകുകൾ വീശി പറക്കാൻ പഠിപ്പിച്ചവർ. ഒരറിവും ചെറുതല്ല, മറിച്ച് അത് നാളെയുടെ കരുത്താണ് എന്ന തത്വം നമുക്ക് പകർന്നു നൽകിയവർ. നെഞ്ചകം നിറയെ സ്നേഹവും അറിവും കരുതി വെച്ച് ആവോളം അവ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു നൽകിയ 4 അധ്യാപകരാണ് ഇന്ന് നമ്മോടും ഈ കലാലയത്തോടും യാത്ര പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജോഷി സാർ 5 വർഷം കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത സാറിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയേണ്ടതില്ലല്ലോ. ഉന്നത സ്ഥാനീയനായ അദ്ദേഹം ഏതു തരം ജോലി ചെയ്യാനും സന്നദ്ധനാണ്. ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ഉച്ചക്കഞ്ഞി വിളമ്പി തരുന്നത്. ഇങ്ങനെ ഒരു ഹെഡ് മാഷെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? മാത്രമല്ല, പെൺകുട്ടികളുടെ സൈക്കിൾ പരിശീലനവും
തായ്ക്കൊണ്ടോ പരിശീലനവും സ്കൂളിന്റെ ബാൻഡ് സെറ്റുമെല്ലാം വളരെ സന്തോഷപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. ഇത് കുട്ടികൾക്കൊരു പ്രചോദനവും സ്കൂളിന് തന്നെ ഒരു മുതൽക്കൂട്ടുമാണ്. സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് സാർ പാഠ്യവിഷയത്തിനുപരിയായി പാഠ്യേതര വിഷയമായ കൃഷിയും പരിസ്ഥിതി ക്ലബ്ബ് വഴി കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നു നൽകിയ സാറിന് എന്റെയും ഈ കലാലയത്തിന്റെയും പേരിൽ 1000 ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രിയങ്കരിയായ മോൾ ടീച്ചർ സാമൂഹ്യശാസ്ത്രം വഴി നമുക്ക് ചരിത്രം പകർന്നു നൽകുകയും ഒപ്പം ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും നൽകി നമ്മളെ പരിചരിക്കുകയും ചെയ്ത ടീച്ചർക്ക് എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ആശംസയുടെ നർമലരുകൾ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ കായികാധ്യാപകനായ ഫ്രാൻസിസ് സാർ, സാറിന്റെ പരിശീലനവും കഠിനാധ്വാനവും നമുക്ക് ആർക്കാണ് മറക്കാൻ സാധിക്കുക? സാറിന് എന്റെ കഠിനാധ്വാനമാണ് നമ്മുടെ സ്കൂളിന്റെ പേര് പത്രങ്ങളിൽ ഈ ഇടയ്ക്ക് തെളിഞ്ഞു നിന്നത്. മാത്രമല്ല നമ്മുടെ സഹോദരിയുമായ നിഷയും വാസിനും ഇന്ന് ഹരിയാനയിൽ മത്സരിക്കുന്നു. ദൈവം ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. ഇനി നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങിൽ വരാൻ വേണ്ടി അവർ വളരെ നേരമായി ഇരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് വേദി എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. എങ്കിലും നമ്മോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓടി നടന്ന ഹെഡ് മാസ്റ്റർ ജോർജ് സാർ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ PTA സജീവമായി ഞാനും ഉണ്ടായിരുന്നു. അടുത്തതായി വർഗീസ് PM. ശ്രീമാൻ ഫ്രാൻസിസ് KT, ശ്രീമതി എലിസബത്ത് KM, അതോടൊപ്പം തന്നെ ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇവിടെ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അത് നൽകാനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുകയാണ്. അമൽജിത്ത് KD. അടുത്തതായി ഗൈഡ് വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ നേടിയവർ അഞ്ജലി എലിസബത്ത്, അനുശ്രീ KK.
മേഘ്ന രാജീവൻ, അനഘ കെ എം, അശ്വതി കെ പി, JRC C11, അമയ കൃഷ്ണ, ജിനില വി കെ, അഹന രാജ്, അശ്വതി വി കെ, അനുപമ രാജീവൻ, അബ്ജ അശോക്, പ്രവീണ പ്രകാശ്. ഇതോടൊപ്പം ഈ വിദ്യാലയത്തിൽ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു വസ്തുത, സംസ്കൃത നാടക മത്സരത്തിൽ ജില്ലാതലത്തിൽ മത്സരിക്കുകയും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വൈശാഖ് CP ഈ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വൈശാഖ് CPയെ വേദിയിലേക്ക് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നല്ല വാക്കുകൾ കൊണ്ടും വാർഷിക യാത്രയൊക്കെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആദരണീയനായ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവെ, ഞങ്ങളുടെ മാർഗദർശിയും നാട്ടുകാരനും കോർപ്പറേറ്റിൻ്റെ സാരഥിയുമായ ബഹുമാനപ്പെട്ട കളരിക്കച്ച ഇവിടെ പോയി എങ്കിൽ കൂടി വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യ സഹകരണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജോസ് വടക്കേടത്തച്ച, എന്നെ ചെമ്പനോടയുടെ മണ്ണിൽ നിന്നും മരുതാങ്കയുടെ മണ്ണിലേക്ക് പറിച്ചു നട്ട ഇവിടെ എത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട തോമസ് വട്ടോട്ട് തറക്കച്ചൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് വിളിച്ചിരുന്നു. 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഈ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും എല്ലാ സഹകരണങ്ങളും തന്ന ബഹുമാനപ്പെട്ട സജിത്ത് കെ, ഈ വാർഡിൻ്റെ മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ ബഹുമാനപ്പെട്ട ബിനു ആറ്റശ്ശേരി നിൽക്കുന്ന PTA കമ്മിറ്റിയെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. അവരുടെ സാരഥികളായിട്ടുള്ള മുൻ സാരഥികൾ KP മോഹനൻ, KC സെബാസ്റ്റ്യൻ, ഇപ്പോഴത്തെ സാരഥി ശ്രീ മനോജ്, ശ്രീ ഷിബു, ഈ വിദ്യാലയത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ച എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന രക്ഷിതാക്കൾ, സെന്റ് മേരീസ് എന്ന ഈ വഞ്ചി തുഴയാൻ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് ആത്മാർത്ഥയോടും അർപ്പണ ഭാവത്തോടും കൂടി പ്രവർത്തിക്കുന്ന എൻ്റെ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകർ, അനുസരണയും അച്ചടക്കവും സ്നേഹവും നിറഞ്ഞ കുട്ടികളെ, ഇതുപോലെ ഒരു യാത്രയപ്പോ വേദി ഞാൻ ഒട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല. കഴിയുന്നത് ഇത് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ നിർബന്ധപൂർവമായ സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് മരുതാങ്കരുടെ മണ്ണിൽ നിന്ന് ഞാൻ വിട പറയുന്നത്. സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, 33 വർഷക്കാലം അധ്യാപകനായി, 28 വർഷക്കാലം അധ്യാപകനായി, 5 വർഷക്കാലം ഹെഡ്മാസ്റ്റർ എന്ന നിലയും സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിലുള്ള സന്തോഷം. അതുപോലെ ഈ കാലം അത്രയും എന്നെ യാതൊരു ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ എല്ലാ കാര്യത്തിലും ആയുരാരോഗ്യ സമൃദ്ധി നൽകി ദൈവം പരിപാലിച്ചു എന്നൊരു സന്തോഷം. ഞാൻ ഈ വിദ്യാലയത്തോട് യാത്ര പറയുമ്പോൾ എന്നെക്കാൾ പ്രഗത്ഭനായ നല്ലൊരു ഹെഡ്മാസ്റ്ററും വരുമെന്നുള്ള പ്രതീക്ഷ, ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന മേഖലകളാണ്. റിട്ടയർമെൻറ്റ് കാലഘട്ടം എന്താവും എന്നതിനെക്കുറിച്ചും എനിക്ക് വേവലാതിയില്ല. കാരണം കാലം എനിക്ക് പഠിപ്പിച്ചു തന്ന വിദ്യ കൈവശമുണ്ട്, കാരണവർമാർ പറഞ്ഞു തന്ന കൃഷിപ്പണികളുമുണ്ട്. നിങ്ങളൊക്കെ നേർന്ന ആയുരാരോഗ്യ ആശംസകൾ ദൈവം തരികയാണെങ്കിൽ പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. ഈ അവസരത്തിൽ ഒരു ചെറിയ കവിത കൂടി. ജീവിതയാത്ര എന്നെ പഠിപ്പിച്ച മൂല്യങ്ങൾ ഒരു ചെറു കവിതയായി നിങ്ങൾക്ക് നൽകുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.
നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നേടിക്കാൻ ഈ കവിത ഉപകാരപ്പെടുമെങ്കിലെന്ന് ഞാൻ ആശിക്കുകയാണ്. കുട്ടികൾ ഈ കവിത ഒന്ന് കേൾക്കുക, എന്നോടൊപ്പം ഒന്ന് പാടുക. വിനയമാണു നല്ലത് വിജ്ഞാനമെന്നും കൈമുതൽ. ഈ വേദിയിലെ ഉണ്ടായതിനെല്ലാം അതിന് ഉദാഹരണങ്ങളായിരുന്നു കേട്ടോ, വിനയത്തിന്റെ ഉദാഹരണങ്ങൾ. വിനയമാണു നല്ലത് വിജ്ഞാനമെന്നും കൈമുതൽ. വിവേകത്തോടെ മാത്രമേ വിശ്വയാത്ര ചെയ്യാവൂ. സത്യം മാത്രം ചൊല്ലണം, സധൈര്യം മുന്നേറണം. സമയനിഷ്ഠ വേണമേ, സജ്ജനങ്ങൾ സതീർത്തരും. മാതാപിതാ ഗുരുദൈവം മനസ്സിനുള്ളിൽ നിറയണം. മതചിന്തയ്ക്കതീതമായി മാലോകരെ കാണണം. വാക്കുകൾ പിഴക്കല്ലേ, വായനയിൽ മുഴുകട്ടെ. വിദ്യയാണു സർവ്വതും വിശ്വപൗരനാകുവാൻ. കടമകൾ മറക്കല്ലേ, കർമ്മനിരതരാകണം. കരുണയുള്ള ഈശ്വരൻ കാവലുണ്ടതോർക്കണം. നല്ല വാക്കു ചൊല്ലുക, നന്മ മാത്രം ചെയ്യുക. നല്ല ചിന്ത മാത്രമെന്നും നമ്മിലൂടെ നിറയട്ടെ. നല്ല വാക്കു ചൊല്ലുക, നന്മ മാത്രം ചെയ്യുക. നല്ല ചിന്ത മാത്രമെന്നും നമ്മിലൂടെ നിറയട്ടെ. എല്ലാവർക്കും എല്ലാത്തിനും നന്ദിയുടെ 1000 റോസാപ്പൂക്കൾ നിറഞ്ഞ മനസ്സോടെ സമർപ്പിച്ചുകൊണ്ട് പരാതികളോ പരിഭവങ്ങളോ വിദ്വേഷമോ വെറുപ്പോ ഇല്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ യാത്രയാകുന്നു. വിട പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ വിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥിയായും 13 വർഷക്കാലം ഒരു അധ്യാപകനായും പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ റിട്ടയർ ചെയ്യുന്ന 3 പേരും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായും അധ്യാപകനായും അതിനുശേഷം ഇവിടുന്ന് വിരമിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ഭാഗ്യം ചുരുക്കം ചിലർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചത് സർവേശ്വരന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ സ്കൂളിലെ ചരിത്രം ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലം മുമ്പ് തുടക്കം കുറിച്ചാണ്. വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനെല്ലാം പിന്തുണ നൽകിയ ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്. അപ്പോൾ അവരുടെ ഒത്തിരിയേറെ ശ്രമങ്ങളെ, അവരുടെ സാമ്പത്തിക സഹായങ്ങളെ, ഇവയെല്ലാം ഞാനിപ്പോൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. 10 വർഷക്കാലം മുമ്പ് ഈ സ്ഥാപനത്തിന് ഒട്ടേറെ കമ്പ്യൂട്ടറുകൾ അവരുടെ ശ്രമഫലമായിട്ട് നൽകുകയുണ്ടായി. അപ്പോൾ തുടർന്നും ഒട്ടേറെ സഹകരണം അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. എൻ്റെ പിന്നിലിരിക്കുന്ന കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നലകളിൽ നേടിയ അറിവിൽ തൃപ്തരാകാതെ പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമം നടത്തണം. ഇന്നലകളിൽ നേടിയ പല അറിവുകളും നാളെ പഴഞ്ഞതായി മാറാം. അപ്പോൾ ഏറ്റവും പുതിയ അറിവുകൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നിങ്ങളിൽ എപ്പോഴും കത്തിച്ചൊലിഞ്ഞിരിക്കണം. ഈ വർഷവും അതുപോലെ തന്നെ വരും വർഷങ്ങളൊക്കെ നല്ലൊരു വിജയം കാഴ്ചവെക്കുക. നിങ്ങൾ നല്ലൊരു സ്വഭാവത്തിന് ഉടമകളായി ഈ നാടിനെ എന്നും നന്മ ചെയ്യുന്നതായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കളിച്ചിരിക്കണം കുട്ടികളെ. നിങ്ങൾ ടിവിയുടെ മുമ്പിലിരിക്കുന്ന ഫോണിന് മുമ്പിൽ പോകാൻ പാടില്ല. നിങ്ങൾ കളിച്ചിരിക്കണം. കളിച്ചിട്ട് നിങ്ങൾ IAS എടുത്തൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തം വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ കളിച്ചു വളർന്ന് ആരോഗ്യവന്മാരെ നല്ലൊരു തലമുറ ഈ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുവാനും ഈ ഇവിടെ ജോലി കിട്ടുവാനും ഒക്കെ എനിക്ക് സഹായിച്ച ദൈവത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെ എൻ്റെ പിതാവിനെ ഞാൻ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അദ്ദേഹം 10-30 വർഷത്തോളം ഈ സ്ഥാപനത്തിന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ഒരുപാട് വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഓഫീസർ, ആശുപത്രി ഒരുപാട് 30 വർഷത്തോളം കഠിനാധ്വാനം ചെയ്ത മനുഷ്യൻ. നന്ദി പറയാം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരുപാട് അധ്വാനം ഈ ആനിവേഴ്സറിയുടെ പിന്നിലുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം എനിക്കറിയാം ഒരു ടീമിനെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇരുന്നവരും ഒക്കെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ നാട് വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അധികമൊന്നും പ്രസംഗിക്കുന്നില്ല.
കാരണം സമയം കുറേ അതിക്രമിച്ചിരിക്കുന്നു. എങ്കിലും നിങ്ങൾ പറഞ്ഞ എല്ലാ നന്ദി വാക്കുകൾക്കും, നല്ല വാക്കുകൾക്കും, അതുപോലെ തന്നെ അനുഗ്രഹ വചസ്സുകൾക്കും, നിങ്ങൾ എന്നോട് കാണിച്ചതായ എല്ലാ സ്നേഹങ്ങൾക്കും മനസ്സിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ 4 വർഷക്കാലം എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ, നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളും ചെറിയൊരു കവിതയായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. വളരെ വേഗം അവസാനിക്കും. Some members of St. Mary's, 4 years back, on a rainy Monday morning, I bid farewell to my beloved St. Joseph's, where I had spent half of my lifetime. Full of fear and anxiety, I entered the portal of St. Mary's, but the warm welcome I received from my students and colleagues got away all embarrassment from my mind. This Athenaeum, enriched by predecessors, was led by eminent managers and masters. No doubt, their writing sparks and selfless work brought fame and honor to our alma mater. In the midst of students' politics and strife, in many fields we had great achievements. I could secure St. Mary's a renowned and honored place. With one mind and one soul, all the members of the staff did render the service sincerely under the able guidance of our dear headmaster. My dear loving children, you are a special gift God has given to us. All these parting moments, I wish all of you a peaceful and prosperous life ahead. The support and encouragement we get from our dear manager and PTA is really an asset for the progress and success of our work. The philanthropic needs and service rendered by retired staff, old students and well-wishers will ever be remembered generations after generations. We pay homage and tribute to all those who are saved here and gone to eternal rest. May the ever-gracious God offer them proper rewards in eternal ways. When the old ships anchor, the new ships embark on their journey. When the ripened leaves fall down, leaves new and tender spring up. Dear colleagues, in your march forward, let piety, unity and hard work be your weapons. May God Almighty bless you all and keep you safe in God's benevolence and mighty. Thank you all. മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, ഒരു കാര്യപരിപാടിയിൽ ഏറ്റവും അവസാനത്തെ ഇനം കൃതജ്ഞതാപ്രമേയമാണ്. അതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. 3 മണിക്കൂറോളം നിങ്ങളിവിടെ വളരെ ക്ലേശിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് കേവലം ഞാൻ 2 മിനിറ്റിനുള്ളിൽ ചുരുക്കി നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് സേവനത്തിൽ നിന്ന് പിരിയുന്ന ഈ മഹത് വ്യക്തികൾക്ക് ഉള്ള സ്നേഹാദരവുകൾ കൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികൾ ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ വാർഷികാഘോഷം മനോഹരമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തികളെ നമുക്ക് ഓരോന്നായി സ്മരിക്കാം. സ്വാഗത പ്രഭാഷണം നടത്തിയിരിക്കുന്ന നമ്മുടെ വികാരിയച്ഛനായ റവൻ ഫാദർ ജോസ് വടക്കേടം ഈ സ്കൂളിൻ്റെ സമഗ്ര പുരോഗതിയിൽ സദാ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഈ കാര്യപരിപാടിയിൽ ആദ്യന്തമുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിലും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളരിക്കൽ, അദ്ദേഹം പലപ്പോഴും ഈ വിദ്യാലയത്തിന് മുമ്പുള്ള പല ചടങ്ങുകളിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വരവിലും ഇവിടെ നല്ലൊരു മനോഹരമായ സന്ദേശം നൽകിയതിനും അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തട്ടെ. അടുത്തതായി നമ്മുടെ ഈ കാര്യപരിപാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത താമരശ്ശേരി രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റെവിജോസ് ഇന്ദ്രാനിയിൽ പിതാവ്. പലപ്പോഴും ഇവിടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെ പലപ്പോഴും ഈ ഇടവക സന്ദർശിച്ചിട്ടുണ്ട്. ഇടവക സന്ദർശിക്കുമ്പോൾ പലപ്പോഴും സ്കൂൾ സന്ദർശിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അത് മനോഹരമായ ഒരു പ്രസംഗത്താലും ഇവിടെ ഈ വിടവാങ്ങൽ ചടങ്ങിനെ ധന്യമാക്കിയതിന് അദ്ദേഹത്തിൻ്റെ ആ മഹനീയ വ്യക്തിത്വത്തിന് ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഇവിടെ മാഗസിൻ പ്രകാശനം നടത്തുകയും അതേപോലെ ഇവിടെ എല്ലാവരെയും മനോഹരമായ പ്രസംഗം വഴി ഈ ധന്യമുഹൂർത്തം സമ്പുഷ്ടമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ ബിജു ആറ്റശ്ശേരി, അദ്ദേഹത്തിനും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. PTA ഭാരവാഹികളായ ശ്രീ PM മനോജ്, അതുപോലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് നമ്മോട് സംസാരിച്ച ശ്രീ KC സെബാസ്റ്റ്യൻ, അതുപോലെ മുൻ PTA പ്രസിഡന്റായ ശ്രീമാൻ KP മോഹനൻ, അതുപോലെ അധ്യാപക പ്രതിനിധികളായ ബീനയെയും വിദ്യാർത്ഥി പ്രതിനിധികളായ അജയ്കുമാർ ഓക്കെ, കുമാരി ജസ്ന ജോൺ എന്നിവർക്കും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തി വേദിയിലെത്തുകയും നമ്മോട് ഒട്ടേറെ നേരം സംസാരിക്കുകയും ചെയ്ത ബഹുമാന്യപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോഷി കട്ടകയം, അതുപോലെ അധ്യാപകരായ ശ്രീമാൻ വർഗീസ് PM, ഫ്രാൻസിസ് KT, ശ്രീമതി എലിസബത്ത് KM, ഇവർ ഈ വിടവാങ്ങൽ ചടങ്ങിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമ്മോടുള്ള സ്നേഹം അവർ വിളിച്ചറിയിച്ചവരാണ്. നമ്മുടെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതോടുകൂടി എൻ്റെ നന്ദി പ്രമേയം അവസാനിക്കുകയാണ്. മയർവാടിയിലെ നവസൂനങ്ങളെ പ്രകാശിച്ചാലും പ്രഭ പരത്തിയാലും അന്ധകാര ശക്തികളുടെ അധിനിവേശങ്ങളെ ചാമ്പലാക്കി നന്മയുടെ പൂത്താലങ്ങളായി സൗരഭ്യം പരത്തൂ. നയന മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിലൂടെ നൃത്ത ചുവടുകളിലൂടെ ഹൃദയാന്തരാളങ്ങളെ മധുരമയിലയിച്ച ഈരടികൾ. അതാ യവനികയ്ക്കപ്പുറത്ത് കലാസന്ധിയുടെ കിലുകിലുക്കം. ഏവർക്കും സ്വാഗതം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് സർവം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഏവർക്കും ഈ കലാസന്ധ്യയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടും
ആനന്ദമോടെ വിശ്വാസം പ്രഘോഷിക്കാൻ അഖിലരുമേ വരൂ. സ്നേഹപ്രകാശത്തിൽ ദൈവ ചൈതന്യമേ സഹചരിക്കാൻ